കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മലപ്പുറം ജില്ലാ സമ്മേളനം ഫെബ്രുവരി 7-8 തീയതികളിൽ ചന്തക്കുന്ന് ഗവൺമെന്റ് മോഡൽ LP സ്കൂളിൽ നടക്കും. ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന് എന്ന മുദ്രാവാക്യമുയർത്തി പ്രവർത്തിക്കുന്ന പരിഷത്തിന്റെ 63ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ ശാസ്ത്ര പ്രസ്ഥാനമായിട്ടുള്ള കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ 63ാമത് മലപ്പുറം ജില്ലാ സമ്മേളനം 2026 ഫെബ്രുവരി 7-8 ശനി ഞായർ തീയതികളിലായിട്ട് നിലമ്പൂർ ചന്തക്കുന്ന് ഗവൺമെൻറ് മോഡൽ LP സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. ഈ സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കുകയാണ്. ആ സമ്മേളനത്തിനാവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞതായിട്ട് അറിയിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് ഡിസംബർ 30-ന് ഇതിൻ്റെ ഒരു വിപുലമായിട്ടുള്ള സ്വാഗത സംഘം രൂപീകരിക്കുകയും അതിനെ തുടർന്ന് നിരവധി പ്രവർത്തനങ്ങൾ ഈ നിലമ്പൂർ മേഖലയിലാകെ നടത്തിയിട്ടാണ് ഈ സമ്മേളനത്തിലേക്ക് കടക്കുന്നത്. ഈ സ്വാഗത സംഘത്തിൻ്റെ ചെയർപേഴ്സൺ ബഹുമാന്യായിട്ടുള്ള ശ്രീമതി പത്മിനി ഗോപിനാഥാണ്. നിലമ്പൂർ നഗരസഭയുടെ ചെയർപേഴ്സൺ കൂടിയാണ് അവർ. അതിൻ്റെ ജനറൽ കൺവീനർ ശ്രീ K അരുൺകുമാർ, അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ, മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ എല്ലാവരും ഉൾപ്പെടെ ഒരു 101 അംഗ സ്വാഗത സംഘമാണ് അന്ന് രൂപീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സ്വീകരണത്തിനും പ്രോഗ്രാമിനും ഭക്ഷണത്തിനും താമസത്തിനും പ്രചരണത്തിനുമൊക്കെയായി നിരവധി കമ്മിറ്റികളും രൂപീകരിച്ചിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ ഒരു മുദ്രാവാക്യമായിട്ട് എടുത്തിട്ടുള്ളത് കൈകോർക്കാം സുസ്ഥിര വികസനത്തിന് എന്നുള്ളതാണ്. ഉദ്ഘാടന സമ്മേളനം ശനിയാഴ്ച ഫെബ്രുവരി 7-ന് കൃത്യം 10 മണിക്ക് ആരംഭിക്കും. ജില്ലാ പ്രസിഡന്റ് ശ്രീ CP സുരേഷ് ബാബുവിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ നിലമ്പൂർ MLA ബഹുമാന്യായിട്ടുള്ള ശ്രീ ആര്യാടൻ ഷൗക്കത്താണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. നിലമ്പൂർ മേഖല ജില്ലാ സമ്മേളനത്തിന് ആതിഥ്യമരുളുന്നത് ഇത് 4ാം തവണയാണ്. ഫെബ്രുവരി 7-ന് രാവിലെ ആരംഭിക്കുന്ന സമ്മേളനത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 250ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. ആരോഗ്യ കമ്മീഷൻ, വിദ്യാഭ്യാസ പരിപാടികൾ, ജെൻഡർ, യുവസമിതി, ഗവേഷണം, മാലിന്യ പരിപാലനം തുടങ്ങിയ മേഖലകളിലെ പ്രവർത്തനങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. സമ്മേളനത്തോടനുബന്ധിച്ച് വൈവിധ്യമാർന്ന ജനകീയ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ക്വാണ്ടം സയൻസ് ടോക്ക്, മഴമാപിനി സ്ഥാപനം, നക്ഷത്ര നിരീക്ഷണം, ബാലോത്സവം, യുവസമിതി ക്യാമ്പ്, സോപ്പ് നിർമ്മാണ പരിശീലനം, പാരന്റിംഗ് എഡ്യൂക്കേഷൻ എന്നിവ ഇതിൽ പ്രധാനമാണ്. കൂടാതെ മുതിർന്ന പരിഷത്ത് പ്രവർത്തകൻ അഡ്വക്കേറ്റ് KK രാധാകൃഷ്ണനെ ചടങ്ങിൽ ആദരിക്കും. വികസന പത്രിക സമർപ്പണം, പുസ്തക പ്രചരണം, സയൻസ് കലണ്ടർ പ്രചരണം എന്നിവയും നടക്കും. ജനപ്രതിനിധികൾ, സാംസ്കാരിക പ്രവർത്തകർ, കുടുംബശ്രീ വായനശാലകൾ, വിവിധ സർവീസ് പെൻഷൻ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെ വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. 1992, 2001, 2014 വർഷങ്ങൾക്ക് ശേഷം നിലമ്പൂരിലെത്തുന്ന ജില്ലാ സമ്മേളനം വൻ വിജയമാക്കുവാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി അംഗങ്ങൾ അറിയിച്ചു. നിലമ്പൂർ ഞങ്ങളുടെ സമ്മേളനത്തിൻ്റെ ചർച്ചകളെ അത് കൂടുതൽ ജനകീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ എല്ലാവിധ പ്രാഥമികമായിട്ടുള്ള ഒരുക്കങ്ങളും നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിനിവിടുത്തെ എല്ലാ വിഭാഗം സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പൊതുപ്രസ്ഥാനങ്ങളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ സവിശേഷത എന്ന് പറയുന്നത് ഏറ്റവും ചെലവ് കുറച്ച് പരമാവധി വൈവിധ്യങ്ങളോടുകൂടി സമ്മേളനങ്ങൾ നടത്തുകയും ഒപ്പം തന്നെ സമ്മേളനത്തിലെ അജണ്ടകൾ ഭാവി കേരളത്തിലേക്ക് കുറേ കൂടി സഹായകരമായ രീതിയിലേക്ക് ഡിസ്കഷനിലൂടെ പരിപാടികൾ ആവിഷ്കരിക്കുക എന്നതാണ്. ഇവിടെ സൂചിപ്പിച്ചു കൈകോർക്കാം സുസ്ഥിര വികസനത്തിന് എന്നതാണ് നമ്മൾ മുഖ്യ പ്രമേയമായിട്ട് എടുത്തിട്ടുള്ളത്. 4 തരം പ്രവർത്തനം ഈ പ്രവർത്തന വർഷം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചു നമ്മൾക്കറിയാം കുട്ടികളുടെ ഇടയിൽ വല്ലാത്ത രീതിയിലേക്കുള്ള സംഘർഷം രൂപപ്പെട്ടു വരുന്ന കാലമാണ്. അറിഞ്ഞോ അറിയാതെയോ പല കുട്ടികളും അതിൽ പോയിട്ട് ഇൻവോൾവ്ഡ് ആവുന്നുണ്ട്. നമ്മൾ ഒരു മുതിർന്ന സമൂഹം എന്നുള്ളതായിരിക്കും നമ്മുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ കുട്ടികൾ തെറ്റായിട്ടുള്ള രീതിയിലാണോ പോകുന്നത് എന്ന ആശങ്ക ജനിപ്പിക്കും വിധമാണ് കുട്ടികൾ പോകുന്നത്. ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ബോധ്യപ്പെട്ടത് രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് പാരൻറ്റിങ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേണ്ടത്ര അറിവില്ലായ്മ.
മറ്റൊരു സംഗതി, കുട്ടികൾക്ക് ജീവിത നൈപുണിയുമായി ബന്ധപ്പെട്ട് അവർക്ക് സമയാസമയങ്ങളിൽ കൊടുക്കേണ്ട അറിവ്, അവരുടെ ലൈഫ് സ്കിൽ എന്ന് പറയുന്നത് പഠനത്തോടൊപ്പം വെറും കാണാപ്പാഠം അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് തയ്യാറാവൽ എന്നതിനപ്പുറം ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ്റെ പരിമിതി. ഒപ്പം തന്നെ പൊതുസമൂഹവും അധ്യാപകരും കുട്ടികളെ ചേർത്ത് പിടിക്കേണ്ടതിൻ്റെ ആവശ്യകത. ഈ ഒരു ക്യാമ്പയിൻ നമ്മൾ ജില്ലാതലത്തിൽ തുടങ്ങി വലിയ തോതിൽ നമുക്ക് സ്വീകാര്യത കിട്ടി മുന്നോട്ട് പോയതാണ്. പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് സി കെ സുരേഷ് കുമാർ, സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ അരുൺകുമാർ, കൺവീനർ പി എസ് രഘുറാം, ജോയി പി ജോൺ, സി ബാലഭാസ്കരൻ, പി ടി രഘുദീപ്, കെ കൃഷ്ണകുമാർ, പി എം ബിന്ദു എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. SS Gold, Pure Gold. SS Group, Nilambur.